നമ്മൾ റോഡിലോട്ട് നോക്കുന്ന ടൈമിൽ എല്ലാവരും ഒരു നെട്ടോട്ടത്തിലാണ്. നെട്ടോട്ടം എന്നല്ല, ഒരു എന്താ പറയുക, എല്ലാവരും ഓരോ തിരക്ക് പിടിച്ച യാത്രയിലാണ്. ഒരുപാട് കാറുകൾ കാണാം, ഒരുപാട് മനുഷ്യരെ കാണാം, ഒരുപാട് ജീവിതങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെയൊക്കെ ചുറ്റും നമ്മുടെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവരാണേലും നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്നവരാണേലും ഓരോരുത്തരുടെയും കഥകൾ ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ അങ്ങനെ പല ആൾക്കാരെയാണ് ആ ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പ്രശ്നങ്ങൾ പോലെ തന്നെ പലവിധ പ്രശ്നങ്ങൾ, നമ്മളെക്കാളും ചിലപ്പോൾ പ്രശ്നമുള്ളവരായിരിക്കാം, അത്രയും കുഴപ്പമില്ലാത്തവരായിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ടാവും, സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. പല ടൈപ്പ് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളതും നമ്മളെ പറ്റി കടന്നു പോകുന്നതെല്ലാം. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മളൊരു പ്രാവശ്യമെങ്കിലും എല്ലാവരും എന്തോ ഒരു ഓട്ടത്തിലാണ്, എന്തൊക്കെയോ നേടിപ്പെടുത്താനും എന്തൊക്കെയോ നേടിയെടുക്കാനും എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടങ്ങൾ. ചിലർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നവരായിരിക്കും, ചിലർ കടത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നവരായിരിക്കും, ചിലർ പുതിയ ജോലി നോക്കുന്നവരാവാം, ചിലർ പുതിയ റിലേഷനിലോട്ട് എടുത്ത് കാല് വെച്ചിട്ട് അതിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നവരാവാം, ചിലവർ അതിൽ വിഷമിച്ചിരിക്കുന്നവരാവാം, ചിലർ റിലേഷൻ ബ്രേക്കായിട്ട് അതിൻ്റെ സങ്കടത്തിൽ നടക്കുന്നവരാവാം. ഈവൻ ആത്മഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മളും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മാത്രമാണ്. നമ്മുടെ ജീവിതവും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെയുള്ള നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ദേഷ്യങ്ങൾ വരും. ഈ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലർ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ചിലർ ഹോൺ അടിക്കുമ്പം, ചിലവർ സൈഡ് തരാതിരിക്കുമ്പോഴെല്ലാം നമ്മൾ ദേഷ്യപ്പെടും. നമ്മൾ ഓർക്ക് എന്ത് തേങ്ങ ഇയാളെ കാണിക്കുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരു നിമിഷം അവരുടെ സൈഡിൽ നമ്മൾ എമ്പതറ്റിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിച്ച് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു ടെൻഷനായിരിക്കാം. ചിലപ്പോൾ അവരുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും കടന്നു പോകുന്നു, എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമോ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമോ, അല്ലെങ്കിൽ റിലേഷൻ ബ്രേക്ക് ചെയ്തൊരു വിഷമത്തിലോ, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അവർ. അപ്പം അതുകൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവരെ ഒരു കരുണയോടുകൂടി കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. ചിലർ സന്തോഷത്തിൽ പോകുന്നവരായിരിക്കാം, ചിലർ ഹാപ്പി ആയിട്ടിരിക്കുന്നവരായിരിക്കാം. നമ്മൾ അവരുടെ അവസ്ഥയും കൂടെ ചിന്തിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ദേഷ്യങ്ങളും പല അനാവശ്യ റിയാക്ഷനുകളും എല്ലാം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. അവരുടെ സൈഡ് നമുക്കറിയില്ല, നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏത് അവസ്ഥയിലാണെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ അവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ധൃതിയുള്ളവർ കയറി പൊക്കോട്ടെ, ഒരു സൈഡ് കൊടുത്ത്